അങ്ങനെ നമ്മളൊരു കുളി പാസ്സാക്കാൻ വേണ്ടി ഇവിടെ തിന്നിട്ടോ. ഡ്രസ്സൊക്കെ മാറി. ഹായ് ബ്രോ. ഹായ് ബ്രോ. വാട്സ്ആപ്പ്. ഹായ്. ചെക്കനൊരു ചോപ്പടിക്കുന്ന കൊടുക്കണം. അല്ല പിന്നെ ഇതാ വീഡിയോ എടുക്കല്ലേ മാറ്റിനല്ല. അപ്പം നമ്മളിനി അടുത്ത ലൊക്കേഷൻ പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമാണ്. ഒന്ന് മുങ്ങി കുളിക്കാനുള്ള പ്ലാൻ. അപ്പം നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ നമ്മൾ ഫുള്ള് ലോഡ് ഇറക്കിയിട്ടുണ്ട്. ചെരുപ്പൊക്കെ എടുത്തോളി. ഒരുമിച്ച് പോയിക്കൂടെ പോയി. നമ്മൾ വാദ്യം ഒക്കെ അല്ലാണ്ട് ഇപ്പം ഉള്ളത്. പക്ഷേ നല്ല അടിപൊളി പ്ലേസ് കേട്ടോ വാദ്യമൊക്കെയാണ്. പുസ്തകത്തിൽ ഒരുപാട് പ്ലേസുകളൊക്കെ ഉണ്ട്. അതിൽ നല്ലൊരു മോസ്റ്റ് പ്ലേസാണ്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു ടെൻ്റ് അടിക്കാനോ പുസ്തകം നല്ലൊരു ഏരിയ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഇറങ്ങുന്ന ഓരോ സ്റ്റെപ്പുകളും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇറങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയത്. പക്ഷെ നമുക്കിവിടെ 2 മണിക്കൂർ സമയം 7 മണിയായി. 9:30 മണിക്കാകുമ്പോൾ തിരിക്കും. നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നിന്നേനെ. അപ്പോൾ 2.5 മണിക്കൂർ നമ്മൾ ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഈത്തപ്പഴത്തിന് ഇനിയിപ്പോൾ ഒരു മഴ എന്താ പറയുക മഴയൊക്കെ പെയ്താൽ അത്യാവശ്യം ഈ വാലെല്ലാം നല്ല ഒഴുക്കുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും സേഫ്റ്റി ബെറ്ററാണ്. അതേപോലെ ഇവിടെ ഇറങ്ങുമ്പോഴും ശ്രദ്ധിക്കണം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എങ്കിലും ഒരു സേഫ്റ്റി. നല്ല അടിപൊളി പ്ലേസാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഏത് ഭാഗത്താണ് ഇറങ്ങുന്നത് അറിയില്ല കേട്ടോ. നമ്മുടെ ഇവിടെ എന്താ പറയുക ഈ പ്രവാസ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ നമ്മൾ വന്നിട്ട് വിസിറ്റ് ചെയ്യണം. ഓക്കെ. നല്ല അടിപൊളി ക്ലിയറിലാണ്ട. എന്താ വെള്ളം, നല്ല ക്ലിയറിലെ വെള്ളം അല്ലേ. ഓ അല്ലാത്ത ചെറിയ ഒഴുക്കുണ്ട് കേട്ടോ. നീ എന്തൊക്കെയാണ് ഗ്ലാസ് എടുത്ത് വെക്ക്. എനിക്കൊന്നും നീന്താൻ അറിയുന്നില്ല. ഇവിടെ വലിയ ആഴൊന്നുമില്ല കേട്ടോ. നമുക്കൊരു 1/2 വരെ ഉള്ളൂ. പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ വരുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. കാരണം നമുക്ക് എപ്പോഴാണ് വെള്ളം വരുന്നത് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ നമ്മളെ ഷെഡ് വെച്ച് നടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഓ കണ്ണട എന്തോണം കേട്ടോളി. അയ്യോ അത് വീഡിയോ കേട്ടോ. എന്തൊക്കെ തോക്കോ എന്തൊക്കെ തോക്കോ കണക്ക് പക്ഷെ വിജയന് പറയും തോക്കാ. അല്ല ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിക്കണ്ടേ. എല്ലാവരും നോക്കിയാണ് നോക്കിയാ. ഏയ് ഓ സാരി ഇറങ്ങിക്കണേ. ഇവിടെ വന്നാൽ കത്തിയതാ. അതേപോലെ എനിക്ക് എൻജോയ് ചെയ്യാട്ടാ. വലിയ ആഴല്ല. ദാശിറൊക്കെ പറഞ്ഞ ഏതാ റൈസ് പറക്കുന്ന. അപ്പൊ നമ്മളടുത്ത ലൊക്കേഷനിൽ നമ്മളടുത്ത യാത്ര നമ്മൾ 2 ദിവസം ലീവാണ്. നമ്മളെ ബാക്കിയുള്ള ഗ്യാങ്ങിനെ പരിചയപ്പെടുത്തി തരാം. ഇതിവിടെ കാണിച്ചിട്ട് പോരാ. സിംഗിള് സെക്കൻഡ് സിംഗിൾ തന്നെ ഉണ്ട്. 2 ടീച്ചർ പറഞ്ഞേക്കാം. ഐഡിയ തരുമോ?